വളരെ അമൂല്യമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ തേങ്ങയുടെ ഓരോ ഭാഗങ്ങളും ചകിരിയാകട്ടെ മടലാകട്ടെ എന്തും തെങ്ങിൽ നിന്നെടുത്താലും അതെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈവൻ നമ്മളുടെ ചിരട്ട ഓൺലൈൻ വിൽക്കുന്നുണ്ട്, ഇത്രയും രൂപകൾക്കൊക്കെയാണ് അത് വിൽക്കുന്നത്. നമ്മൾ വെറുതെ കളയാതെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പല രീതിയിൽ, ഇപ്പോൾ ഗ്യാസിൻ്റെ വിലയാണെങ്കിലും കറണ്ടിൻ്റെ കാശാണെങ്കിലും ഇപ്പോൾ വളരെ അധികമായിട്ടല്ലേ വരുന്നത്. അതിനൊക്കെ നമുക്ക് ഒരു പരിധി വരെയും പിടിച്ചു നിർത്താനായിട്ട് ഈ ഒരു ചിരട്ട സഹായിക്കുന്നതാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് നല്ലപോലെ സൂക്ഷിച്ചതിന് ശേഷം കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഇത് വിൽക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ചിരട്ടയുടെ ഉപയോഗം ഒരു 4-5 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ പോയി കാണുക. വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകൾ അതിൽ ഷെയർ ചെയ്തേക്കുന്നത്. അതിൽ ഷെയർ ചെയ്യാത്ത ടിപ്സുകളാണ് ഇതിൽ ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യാനായിട്ട് എടുക്കുന്ന ചിരട്ടകൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് കഴുകി ഒരു നല്ല വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ. മസ്റ്റായിട്ട് അത് ചെയ്തിരിക്കണം. അതിൻ്റെ ഒരു കറ വളരെ അധികം നല്ല രീതിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു കറ അതിൽ വരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ഈ വെള്ളം കളയേണ്ട യാതൊരു കാര്യമില്ല. കുളിക്കാനും അതുപോലെ കുടിക്കുവാനും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഹെൽത്തിന് വളരെ നല്ലതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനത് കാണിച്ചു തന്നതാണ്. ഇനി നമ്മൾ ഒരു കുപ്പിയിൽ നിന്ന് ഒരു കുപ്പിയിലേക്ക് ഓയിലോ എന്തെങ്കിലും നമ്മൾ ഈവൻ പഞ്ചസാരയാണെങ്കിൽ കൂടി ഇടുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചിതറി പോകാറുണ്ട് അല്ലേ, പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്. ഇനി കുട്ടികൾക്ക് വരെ നമുക്ക് ഈ ഒരു എണ്ണയൊക്കെ ഒഴിക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു ചിരട്ട ക്ലീൻ ചെയ്ത് നല്ലതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഓട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തരി പോലും ഇതിങ്ങനെ നല്ലതുപോലെ ഉള്ളിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരു തരി എണ്ണ പോകുകയില്ല. കൂടുതൽ ക്വാണ്ടിറ്റി ഒഴിച്ചാലും യാതൊരു കുഴപ്പമില്ല. മറ്റേ നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഓട്ടയായിരിക്കും, ചെറിയൊരു ഇതിലായിരിക്കും, പെട്ടെന്ന് അത് ലീക്ക് ആകാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ചിരട്ട കൊണ്ട് ചെയ്താൽ യാതൊരു ബുദ്ധിമുട്ടില്ലാട്ടോ. ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ചിരട്ട ഒരു കഷ്ണം നമ്മളുടെ ഇറച്ചിയാകട്ടെ, നമ്മളുടെ ബീഫ്, മട്ടൻ, അതുപോലെ കടല വർഗ്ഗങ്ങൾ നമുക്ക് വേകാൻ ചില കടലകളൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും വേകാനായിട്ട്. പയറൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ കുക്കറിലിട്ട് എത്ര അടിച്ചാലും ഗ്രീൻ പീസ് വേകാറില്ലല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു ചിരട്ട കഷ്ണം ഇട്ട് കൊടുക്കാട്ടെ. ഇപ്പോൾ ഞാനിതിൽ ബീഫിലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്താണോ ഇപ്പോൾ വെജ് എന്നില്ല നോൺ വെജ് എന്നില്ല എന്താണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഈ ഒരു ചിരട്ട കഷ്ണം ഇട്ട് കുക്കർ അടച്ച് വിസിൽ വരുത്തിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആകും, നല്ലതുപോലെ തന്നെ വേഗം ചെയ്യും, ഹെൽത്തിന് നല്ലതാണ്. അടുത്തായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ തോട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. തോടിട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ മുട്ട ഇടുമ്പോൾ ഈ ഒരു അലൂമിനിയം പാത്രം ആയതുകൊണ്ട് തന്നെ അത് കറുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങ അതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറുപ്പ് വരില്ല കേട്ടോ. അപ്പോൾ ഈ ചിരട്ട കൊണ്ട് നമുക്ക് കുറച്ചധികം സൂത്രങ്ങൾ കാണാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ഞാനിപ്പം ഇത് ചൊരക്കയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എന്ത് പച്ചക്കറി, ഇപ്പം നമ്മളൊരു തേങ്ങ അരച്ച് കറി വെക്കുക അല്ലെങ്കിൽ സാമ്പാർ വെക്കാനായിട്ടാണെങ്കിലും നല്ല വലിയ ചിരട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് പല വിധത്തിലുള്ള തേങ്ങ കിട്ടുമല്ലോ. അപ്പോൾ വലിയ ചിരട്ട കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ കഴുകി സൂക്ഷിച്ച് എടുത്ത് വെക്കുക കേട്ടോ. രാവിലെ ഒറ്റയടിക്ക് തന്നെ ഒരേ സമയം തന്നെ നമുക്ക് എല്ലാ ജോലികളും ഒതുക്കാനായിട്ട് ഈ ഒരു വിദ്യ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ സമയവും പൈസയും എല്ലാം ലാഭമാണ്. ഇതിപ്പോൾ ഞാൻ ചൊരക്ക വെച്ചിട്ടുണ്ട്, നമ്മളുടെ ചക്കക്കുരു വെച്ചിട്ടുണ്ട്, പുട്ട് വെച്ചിട്ടുണ്ട്, പഴം പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി കഷ്ണങ്ങളാക്കിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഈ ഒരു പുട്ട് വേകുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇവയെല്ലാം വെന്ത് കിട്ടുന്നതാണ്. പച്ചക്കറിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഈ ഒരു തട്ട് ഉപയോഗിച്ചാൽ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് ഇടാനായിട്ട് സാധിക്കില്ല. കുറച്ച് ക്വാണ്ടിറ്റിക്കാണ് നിങ്ങൾക്ക് ആ ഒരു തട്ടിൽ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇത് വലിയ ചിരട്ടയാണ് കേട്ടോ. വലിയ ചിരട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞു കുഞ്ഞു ചിരട്ട എടുത്താൽ നമുക്കിത് എളുപ്പമാകാൻ സഹായിക്കൂല. അപ്പം നമ്മൾ ഇത് പുട്ട് വേകുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അറ്റ് ദ ടൈം 4-5 സാധനങ്ങളാണ് വെന്ത് കിട്ടിയേക്കുന്നത്. നമുക്കപ്പം ഗ്യാസും ലാഭിക്കാം. നമുക്ക് ഒരേ സമയം തന്നെ അടുക്കളയിൽ എല്ലാ ജോലികളും തീർത്ത് പെട്ടെന്ന് തന്നെ ഫ്രീ ആകാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ചൊന്ന് ചേർത്താൽ മാത്രം മതി. എന്നിട്ട് താളിക്കുക. ഇത്രയും പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയത് കണ്ടില്ലേ.
നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഏതൊരു പച്ചക്കറി ആണെങ്കിലും ബീട്രൂട്ട്, ക്യാബേജ് എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ പുട്ടും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഴം പുഴുങ്ങിയതും കിട്ടിയിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പപ്പണിയാണ്. നമ്മളിപ്പം ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിലും ആ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ സമയം തന്നെ താഴത്തെ തട്ടിയിൽ നമ്മൾ ഇടിയപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വേവിക്കാനായിട്ട് ഏറ്റവും താഴത്തെ തട്ടിൽ വെക്കുക, മേളിൽ ഇടിയപ്പവും വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും എല്ലാം അറ്റ് ദ ടൈം. എന്ന് വെച്ചാൽ ഈ ചിരട്ട ചൂടിനെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ച് നിർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേകുന്നത്. നമ്മളിപ്പം സ്റ്റീൽ പാത്രത്തിലോ മറ്റുള്ള പാത്രങ്ങളിലോ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് വേകില്ല. നല്ല ചൂടായിരിക്കും ആ ചിരട്ട. അപ്പം നമ്മൾ ചക്കക്കുരു വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഒലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് കുക്കറിലിട്ട് വേവിച്ചിട്ട് തൊലി കളയുന്ന ഞാനൊരു വീഡിയോ കണ്ടു. പക്ഷെ ആ ചക്കക്കുരുയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും, വെള്ളം അതിൽ വളരെ അധികം വന്നിട്ട്. പക്ഷെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതാണ് ഇത്തിരിയും കൂടി ഹെൽത്തിയും ടേസ്റ്റിയും അതിൻ്റെ ഒരു ഗുണങ്ങൾ പോകാതെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ വഴറ്റി നമ്മളുടെ വറ്റൻമുളകും ആവശ്യത്തിന് എരിവിന് അനുസരിച്ച് നിങ്ങൾ ഇടുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളുടെ ആ ഒരു ആവി കയറ്റി ആ ചക്കക്കുരു ഇട്ട്. അപ്പോൾ നമ്മളുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള കറിയും രാവിലെ തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് കട്ടൻ ചായയുടെ ഒപ്പം വൈകുന്നേരം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്തു നോക്കാം. അടുത്തായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്യാസ് നമുക്ക് ആകുന്നത് അല്ലേ. നമുക്ക് ചിരട്ട കൊണ്ട് ഒരു കിടിലൻ ടിപ്പ് കണ്ടാലോ. നമ്മൾ ആദ്യം അരി കഴുകി നമ്മളുടെ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മളുടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിരട്ട നല്ലതുപോലെ കഴുകി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കറ നമ്മൾ ആ ചോറിലേക്ക് വന്ന ആ വെള്ള കളറൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ തന്നെ കാണിച്ചു തന്നു. നല്ലതുപോലെ തിളപ്പിച്ച് അതിൻ്റെ ഒരു കളറ് പോയതിന് ശേഷം നമുക്ക് ഹെൽത്തിന് യാതൊരു ദോഷവും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിരട്ടയുടെ അംശം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ഒരൊറ്റ തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഗ്യാസ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചിരട്ട മുക്കിയൊന്നും ഇട്ട് കൊടുക്കേണ്ട. മേളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ആ ഒരു വെള്ളവും മേളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എനിക്ക് ക്യാമറയും കൈയും കൂടെ രണ്ടും കൂടെ പറ്റാത്തതുകൊണ്ടാണ് അതിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കഴിഞ്ഞൊരു 15-20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ചോറ് വെന്തിരിക്കും കേട്ടോ. നല്ലതുപോലെ തന്നെ വേകും. അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ശരീരത്തിൽ ചിരട്ടയുടെ ഒരു ഗുണം കൂടെ. ചിരട്ട നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. വെള്ളം തിളപ്പിച്ചൊക്കെ നമ്മൾ കുടിക്കാറുണ്ട് പണ്ട് കാലങ്ങളിൽ. ഇപ്പം അതൊന്നുമില്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ചിരട്ട എടുത്ത് ഞാനൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലിൽ തന്നെ കിടന്നോളും. കണ്ടില്ലേ, കളറൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അത് തിളപ്പിച്ച് നമ്മൾ നേരത്തെ മാറ്റിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം വരും. അപ്പം നമ്മൾ ചോറ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വെള്ളവും തിളച്ചിട്ടുണ്ട്. ഇത് കുടിക്കാൻ വേണമെങ്കിൽ കുടിക്കാനെടുക്കാം, കറി വെക്കാനാണെങ്കിൽ കറി വെക്കാനെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മളുടെ ചിരട്ട കൊണ്ട് നമ്മളുടെ കറണ്ട് എങ്ങനെ ലാഭിക്കാമെന്ന് നോക്കാം കേട്ടോ. ഇത് നമ്മൾ തിളപ്പിച്ചൊന്നും എടുക്കണമെന്നില്ല. നമ്മളുടെ ചിരട്ട ക്ലീനായി എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളമൊഴിച്ച് നമ്മൾ അതിൻ്റെ മേളിൽ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യുക കേട്ടോ. ഈ ചിരട്ടകൾ കൊണ്ട് നമുക്ക് വളരെ ഉപയോഗപ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രയും ഉപയോഗങ്ങളുണ്ട്. ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചേക്കുന്ന വ്യത്യസ്തമായ ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തേക്കുന്നത്. അത്രയും ഗുണങ്ങളുള്ള ഈ ഒരു ചിരട്ട നിങ്ങൾ വെറുതെ കളയുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരം എന്നേ ഞാൻ പറയുകയുള്ളൂ. നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് വിൽക്കാനാണെങ്കിലും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഇത് ഐസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറണ്ട് കാശ് കുറയ്ക്കാനായിട്ടുള്ള വിദ്യ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ ഫ്രിഡ്ജ് ഒരു 6 മണി മുതൽ 10 മണി വരെയും ഓഫ് ചെയ്തിട്ടാൽ തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് കറണ്ട് കാശ് കുറഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ. അത് പണ്ട് കാലം മുതലേ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ വണ്ടറായി പോയത്. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചിരട്ട ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും ചീത്താവില്ല കേട്ടോ.
മീനാകട്ടെ ഇറച്ചിയാകട്ടെ ഒന്നും ചീത്താകാതെ അത് ഫ്രഷായി തന്നെ ഇരിക്കും. ഒരു രാത്രി കിടക്കുന്ന സമയം ഒരു 10 മണി 9:30 മണിക്ക് ശേഷം നിങ്ങൾ ഫ്രിഡ്ജ് ഓണാക്കി ഇട്ടാൽ മാത്രം മതി. നമ്മളെപ്പോഴും ഓണാക്കി ഇടുമ്പം കറണ്ട് കൂടുതലാവും. ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് താഴെ ഭാഗത്തും 2 പാത്രത്തിൽ ചിരട്ട വെച്ചതിന് ശേഷം ഈ ഐസാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുമ്പം ഫ്രീസറും നമ്മളുടെ ഫ്രിഡ്ജും വേറെ വേറെ ആയിട്ടല്ലേ. അപ്പോൾ ആ ഒരു താഴെ ഭാഗത്തും ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ ചിരട്ട വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴത്തെ സാധനങ്ങളും ചീത്താകേ ഇല്ല കേട്ടോ, നല്ലതുപോലെ തന്നെ നിൽക്കും. ഈ സൂത്രമൊന്നും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തു നോക്കേണ്ടതാണ് കേട്ടോ. 100% നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്രിഡ്ജൊന്ന് ഓഫ് ചെയ്തിട്ട് നോക്ക്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ഉപയോഗമാണ് നമ്മളുടെ AC ഉപയോഗിക്കുക എന്നുള്ള. നമ്മൾ പകലാകട്ടെ രാത്രിയാകട്ടെ ഫുൾ ടൈം നമ്മൾ AC ഓണാക്കേണ്ട ഒരു അവസ്ഥ, അത്ര ചൂടാണ്. അപ്പോൾ ആ ഒരു ചൂടിനെ ശമിപ്പിക്കാൻ നമ്മൾ ഈ റൂമിൽ പകലാകട്ടെ രാത്രിയാകട്ടെ, ഞാൻ രാത്രി എന്ന് മാത്രം പറയുന്നില്ല, പകലും ഇപ്പം നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമുക്ക് ചൂട് കൂടുതലായിട്ട് തോന്നുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് 2-3 വീഡിയോക്ക് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു ഫാന്. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാനാട്ടോ. ഇപ്പം നമുക്ക് മഴക്കാലമായാലും ഇത് വളരെ ഉപയോഗമാണ്. എന്ന് വെച്ചാൽ കറണ്ട് പോകുമല്ലോ, അപ്പോൾ ഇത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് കറണ്ട് പോക്ക് കൂടുതലായിരിക്കും. നമ്മൾ ഈ ഒരു മഴ ടൈം വരുമ്പം കറണ്ട് പോക്ക് കൂടുതലായിരിക്കും, ചൂട് കുറവാണെങ്കിലും. അപ്പോൾ കുട്ടികളൊക്കെ കിടക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് റിമോട്ട് കൺട്രോൾ വഴി നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഐസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എയർ ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഇതിൽ ഐസ് ഇട്ട് ഏതെങ്കിലും ഒരു സ്മെൽ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റൂം മൊത്തം ആ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും. ഗസ്റ്റൊക്കെ വരുമ്പോൾ എയർ ഫ്രഷ്നറൊന്നും വേണ്ട, നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ അത് ഉപയോഗിക്കാം. കറണ്ട് പോകുമ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ല എന്നുള്ള വിഷമം വേണ്ട, ഇത് നമുക്ക് അങ്ങനെയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് തരുന്നതാണ്, അല്ലെങ്കിൽ നമ്പർ തരാം കേട്ടോ. നല്ല സർവീസാണ്, നല്ല വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് ചോദിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.